തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 അച്ച് ശർക്കര. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതാണിത്. ഇത് കൂട്ടി കുറച്ച് ഞാൻ ഈ ഇലയിൽ പരത്തി ഒരു ഇലയുടെ ഉണ്ടാക്കാൻ പോവുകയാണ്. നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അത് കുഴച്ചെടുക്കണം. ഈ തേങ്ങക്കൊത്ത് ഇതിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കട്ടെ കേട്ടോ. നന്നായി ഉരുക്കിയിട്ടുണ്ട്. ഞാനതിലേക്ക് ഒഴിക്കട്ടെ. അത് ഇനി അതിലേക്ക് നമുക്ക് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചിട്ടതാണ്. അത് കൂട്ടി കുഴയ്ക്കാം. നന്നായി കുഴച്ചെടുക്കണം, യോജിപ്പിക്കട്ടെ. എന്നിട്ട് ഇത് നമുക്ക് ഇലയിൽ പരത്തണം. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പഴുത്ത ചക്കയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് വലിയ അരിയാണ്, അപ്പോൾ ചെറുതാക്കിയിട്ട് പരത്തിയാൽ മതി. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഞാൻ പരത്തി ഞാനിത് ആവിക്ക് വെക്കട്ടെ. ഇനി ആവി കിടന്ന് വേവണം. അത് ഇനി വേവട്ടെ. ഇലയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം വെന്ത് സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ ഇല എടുക്കുക. ചക്ക കൊണ്ടുള്ള ഇലപ്പം റെഡി ആയിട്ടുണ്ട്. ചക്ക കൊണ്ടുള്ള ഇലയുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടൊക്കെ വെന്തു. ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. ഞങ്ങൾ ഇതുകൊണ്ട് ഒരു അട ഇട്ട് നല്ല നന്നായിട്ടുണ്ട്. ഇലേൻ്റെ അട. ഇനി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.